നമസ്കാരം. ഇന്ന് ഏപ്രിൽ 7, 2026 ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമാണ്. രാജ്യമെമ്പാടും ലോകമെമ്പാടും നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഈ ആരോഗ്യ കാര്യങ്ങളെ ഒന്നുകൂടൊന്ന് സ്മരണപ്പെടുത്തുന്നതിനും ഈ ആരോഗ്യ സന്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. ആരോഗ്യത്തിനായി ഒരുമിക്കാം, ശാസ്ത്രത്തോടൊപ്പം ചേർന്ന് നിന്ന് എന്നുള്ളതാണ് ഇത്തവണത്തെ ആരോഗ്യദിന സന്ദേശം നൽകുന്നത്. ലോകാരോഗ്യം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ ശാസ്ത്രത്തോടൊപ്പം ചേർന്ന് നിന്ന് ശരിയായ ചികിത്സാ രീതികളൊക്കെ അവലംബിച്ച് ശരിയായ രീതിയിലുള്ള ജീവിത ശൈലികളൊക്കെ ക്രമീകരിച്ച് ഇത്തരത്തിലുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെട്ട് നമ്മൾ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായി ഇരിക്കുക എന്നുള്ളതാണ് ആരോഗ്യത്തിൻ പുലരിയായി ഒരുമിക്കാം, ശാസ്ത്രത്തിൻ വെളിച്ചത്തിൽ മുന്നേറാം. ലോകമെങ്ങും ഈ സന്ദേശം ഉയരട്ടെ, നല്ല നാളേക്കായി കൈകോർക്കാം, നല്ല നാളേക്കായി കൈകോർക്കാം. ലോകാരോഗ്യ ദിനം വന്നെത്തി, നല്ലൊരു ഭാവിക്കായി ആരോഗ്യത്തിനായി ശാസ്ത്രത്തോട് ചേർന്നു നിൽക്കാം. നമ്മുടെ തലയാഴം കുടുംബാരോഗ്യ കേന്ദ്രം കോട്ടയത്ത് നിന്നും നേരുന്നു ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ലോകാരോഗ്യ ദിനാശംസകൾ. ആരോഗ്യത്തിൻ പുലരിയായി ഒരുമിക്കാം, ശാസ്ത്രത്തിൻ വെളിച്ചത്തിൽ മുന്നേറാം. ലോകമെങ്ങും ഈ സന്ദേശം ഉയരട്ടെ, നല്ല നാളേക്കായി കൈകോർക്കാം, നല്ല നാളേക്കായി കൈകോർക്കാം. ലോകാരോഗ്യ ദിനം വന്നെത്തി, നല്ലൊരു ഭാവിക്കായി ആരോഗ്യത്തിനായി ശാസ്ത്രത്തോട് ചേർന്നു നിൽക്കാം. നമ്മുടെ തലയാഴം കുടുംബാരോഗ്യ കേന്ദ്രം കോട്ടയത്ത് നിന്നും നേരുന്നു ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ലോകാരോഗ്യ ദിനാശംസകൾ. ഹേയ്, ലോകാരോഗ്യ ദിനം വന്നല്ലോ, ശാസ്ത്രം കൂടെയുണ്ട്, മുന്നോട്ടു പോകാം. ആരോഗ്യത്തോടെ ഈ നാടിനെ കാക്കാം. തലയാഴം കുടുംബാരോഗ്യേന്ദ്രം കോട്ടയം ഏവർക്കും നേരുന്നു സ്നേഹാശംസകൾ, 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 സ്നേഹാശംസകൾ. ലോകാരോഗ്യ ദിനം വന്നെത്തി, നല്ലൊരു ഭാവിക്കായി ആരോഗ്യത്തിനായി ശാസ്ത്രത്തോട് ചേർന്നു നിൽക്കാം. നമ്മുടെ തലയാഴം കുടുംബാരോഗ്യ കേന്ദ്രം കോട്ടയത്ത് നിന്നും നേരുന്നു ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ലോകാരോഗ്യ ദിനാശംസകൾ. ലോകാരോഗ്യ ദിനം വന്നെത്തി, നല്ലൊരു ഭാവിക്കായി ആരോഗ്യത്തിനായി ശാസ്ത്രത്തോട് ചേർന്നു നിൽക്കാം. നമ്മുടെ തലയാഴം കുടുംബാരോഗ്യ കേന്ദ്രം കോട്ടയത്ത് നിന്നും നേരുന്നു ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ലോകാരോഗ്യ ദിനാശംസകൾ. ആരോഗ്യത്തിൻ പുലരിയായി ഒരുമിക്കാം, ശാസ്ത്രത്തിൻ വെളിച്ചത്തിൽ മുന്നേറാം. ലോകമെങ്ങും ഈ സന്ദേശം ഉയരട്ടെ, നല്ല നാളേക്കായി കൈകോർക്കാം, നല്ല നാളേക്കായി കൈകോർക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. നമ്മുടെ ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് രാവിലെ ഇപ്പം യോഗ സെഷൻ
ഒരെണ്ണം നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ഒരു സ്പെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ സ്പെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ ബോധവൽക്കരണമാണ്. ബോധവൽക്കരണത്തിന്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബോധമുള്ളത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ വന്നേക്കുന്നത്. അപ്പോൾ ആ ഉള്ള ബോധത്തെ നമ്മൾ കുറച്ചുകൂടി ബോധ തലത്തിനെ കുറച്ചുകൂടി ഉയർത്തുക എന്നുള്ളതാണ്. ജീവിത തലത്തിലോട്ട്, ജീവിത ശൈലിയിലോട്ട് മാറ്റുക എന്നുള്ളതാണ്.